ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് റൂറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താണെന്നുള്ളതാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ റൂറൽ മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ, അതിന്റെ പൊട്ടൻഷ്യൽസ്, ചലഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെയും അതിന്റെ മുമ്പത്തെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വീഡിയോസിന്റെ എല്ലാ ലിങ്കുകളും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ എന്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക, ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും ഇവയുടെയും മറ്റ് സബ്ജക്റ്റുകളുടെയും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ഈ റൂറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനകത്ത് വരുന്നതെന്ന് നോക്കാം. A marketing strategy refers to the overall game plan of a business for reaching in prospective consumers. Prospective consumersലേക്ക് മീൻസ് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കൺസ്യൂമേഴ്സിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ബിസിനസിന്റെ ഓവറോൾ ഗെയിം പ്ലാൻ, മൊത്തത്തിലുള്ള ഒരു ഗെയിം പ്ലാനിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ റൂറൽ മാർക്കറ്റ് ഓപ്പറേറ്റ്സ്. അപ്പൊ റൂറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ കേസിൽ റൂറൽ മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ് എങ്ങനെ ഇരിക്കുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ റൂറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ദ മെയിൻ സ്ട്രാറ്റജീസ് ആർ റിലേറ്റഡ് ടു പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അവയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന ഏതുമായിട്ടാണ്? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. അപ്പൊ ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. A product is anything that satisfy human wants. മനുഷ്യരുടെ ആവശ്യം എന്താണോ അത് പൂർത്തീകരിക്കുന്ന എന്തും പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഇൻക്ലൂഡ്സ്, അതിനകത്ത് എന്തൊക്കെയാ വരിക? പ്രോഡക്റ്റ് ക്വാളിറ്റി, ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, ഡിസൈൻ, സ്റ്റൈൽ, കളർ, ബ്രാൻഡ്, സർവീസസ് ആൻഡ് വാറണ്ടിസ്. ഇങ്ങനെല്ലാം പെടുന്നതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് സ്ട്രാറ്റജി എന്താ? പ്രോഡക്റ്റ് എന്താന്ന് മനസ്സിലാക്കി. ദെൻ പ്രോഡക്റ്റ് സ്ട്രാറ്റജി ഈസ് എ ഹൈ ലെവൽ പ്ലാൻ. അതൊരു ഉയർന്ന തലത്തിലുള്ള പ്ലാൻ ആണ്. ഡിസ്ക്രൈബിങ്, അതിനകത്ത് വിശദീകരിക്കുന്നത് എന്താണ്? വാട്ട് എ ബിസിനസ് ഹോപ്സ് ടു അക്കംപ്ലിഷ് വിത്ത് ദിസ് പ്രോഡക്റ്റ്. ഒരു ബിസിനസ് അതിന്റെ പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അക്കംപ്ലിഷ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ, കരുതുന്നത് എന്താണോ അത് ആൻഡ് ഹൗ ഇറ്റ് പ്ലാൻസ് ടു ഡു സോ, അത് എങ്ങനെ നേടാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു ഹൈ ലെവൽ പ്ലാൻ ആണ് പ്രോഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ റൂറൽ മാർക്കറ്റിംഗ് ആണ് നോക്കുന്നത്. സോ റൂറൽ പ്രോഡക്റ്റ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ഈസ് എ സ്ട്രാറ്റജി ഫോർമുലേറ്റഡ് ബൈ മാനുഫാക്ചേഴ്സ് ആൻഡ് മാർക്കറ്റേഴ്സ് ഇൻ ഓർഡർ ടു മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് റൂറൽ പോപ്പുലേഷൻ. റൂറൽ പോപ്പുലേഷന്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിനായി, ഇൻ ഓർഡർ ടു മീറ്റ്, അതിനു വേണ്ടിയിട്ട് മാർക്കറ്റേഴ്സും മാനുഫാക്ചേഴ്സും ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് റൂറൽ പ്രോഡക്റ്റ് സ്ട്രാറ്റജി. The rural product strategy should be one in which the marketer has to give importance to pricing. ഇപ്പോൾ റൂറൽ പ്രോഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രൈസിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒന്നായിരിക്കണം എന്നാണ് പറയുന്നത്. ആസ് ദ റൂറൽ കൺസ്യൂമേഴ്സ് ആർ പ്രൈസ് കോൺഷ്യസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റൂറൽ കൺസ്യൂമേഴ്സ് ആർ പ്രൈസ് കോൺഷ്യസ് ആൻഡ് നോട്ട് ക്വാളിറ്റി കോൺഷ്യസ് ആസ് ദെയർ അർബൻ കൗണ്ടർ പാർട്സ്. റൂറൽ കൺസ്യൂമേഴ്സ് ഈ അർബണേഴ്സിനെ പോലെയല്ല, അവര് പ്രൈസ് കോൺഷ്യസ് ആണ്. അവർ ക്വാളിറ്റി കോൺഷ്യസ് അല്ല. അവർ പ്രൈസ് ഏറ്റവും കുറഞ്ഞ വിലക്ക് സാധനം കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. ക്വാളിറ്റി അവർ അത്ര മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് പ്രൈസിൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പ്രോഡക്റ്റ് സ്ട്രാറ്റജീസ് എന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് വരുന്നത് സ്മോൾ യൂണിറ്റ് ആൻഡ് ലോ പ്രൈസ്ഡ് പാക്കിംഗ്. ചെറിയ യൂണിറ്റ്, അതായത് കുറഞ്ഞ അളവിലാവുകയും ചെയ്യുക, കുറഞ്ഞ പ്രൈസും കൂടെ ചേർത്ത് കുറഞ്ഞ വിലയിട്ടിട്ടുള്ള പാക്കിങ്. ലാർജർ പാക്ക് സൈസസ് ആർ ഔട്ട് ഓഫ് റീച്ച് ഓഫ് റൂറൽ കൺസ്യൂമേഴ്സ്. വലിയ പാക്കിംഗ് ആവുമ്പം ഒരുപാട് ക്വാണ്ടിറ്റി വരുന്ന പാക്കുകൾ റൂറൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് എത്തിപ്പിടിക്കാൻ പറ്റില്ല. ആസ് ദ ഡിസ്പോസിബിൾ ഇൻകം ഓഫ് റൂറൽ പീപ്പിൾ ഇസ് വെരി ലോ. ഈ റൂറൽ പീപ്പിളിന് ചെലവഴിക്കാവുന്ന ഇൻകം വളരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പാക്കറ്റ് വാങ്ങിക്കാൻ പറ്റില്ല. ആൻഡ് സ്മോൾ യൂണിറ്റ്സ് വിത്ത് ലോ ക്വാണ്ടിറ്റി ആൻഡ് ലോ കോസ്റ്റ് പാക്കിംഗ്. അതുകൊണ്ട് തന്നെ ചെറിയ യൂണിറ്റുകൾ, ചെറിയ ക്വാണ്ടിറ്റിയുള്ള, ചെറിയ കോസ്റ്റുള്ള സ്മോൾ യൂണിറ്റുകൾ നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. ഷുഡ് ബി സ്പെഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് അമംഗ് ദ റൂറൽ മാസസ്. റൂറൽ മാസസിലേക്ക്, റൂറൽ പീപ്പിളിലേക്ക് പ്രത്യേകമായിട്ട് അങ്ങനത്തേത് കൊണ്ടുവരേണ്ടതാണ്, അവിടേക്ക് സപ്ലൈ ചെയ്യേണ്ടതാണ്. ദിസ് ഹെൽപ്സ് ദ എൻറ്റയർ റൂറൽ കമ്മ്യൂണിറ്റി ടു ബൈ ദ പ്രോഡക്റ്റ്. അങ്ങനെ വരുമ്പം മുഴുവൻ റൂറൽ കമ്മ്യൂണിറ്റിക്കും സാധനം വാങ്ങിക്കാൻ പറ്റും. അവരുടെ കയ്യിലുള്ള ചെറിയ എമൗണ്ട് വെച്ച് അല്പാൽപമായിട്ടെങ്കിലും അവർക്ക് വാങ്ങിക്കാൻ പറ്റും. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചിലപ്പം 1 രൂപയ്ക്ക് അല്ലെങ്കിൽ ഹോർലിക്സ് അല്ലെങ്കിൽ വേറെ വല്ല പിന്നെ മിൽക്ക് ഉൽപ്പന്നങ്ങൾ, പാൽപ്പൊടി പോലത്തെ സാധനങ്ങളൊക്കെ ചെറിയ 1 രൂപേന്റെ പാക്ക് വരെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പൊ വളരെ ലോ ഇൻകം ആളുകൾക്ക് ഒരു ദിവസത്തെ ആവശ്യത്തിനുള്ള, ഒരു നേരത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും
വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ദ ന്യൂ പ്രോഡക്റ്റ് ഡിസൈൻസ്, പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ. പ്രോഡക്റ്റ് ഡിസൈൻ ഫോർ അർബൻ പോപ്പുലേഷൻ നീഡ് നോട്ട് സ്യൂട്ട് ദ റിക്വയർമെന്റ് ഓഫ് റൂറൽ പോപ്പുലേഷൻ. നഗര പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ അത് ഒരിക്കലും അല്ലെങ്കിൽ പലപ്പോഴും റൂറൽ പോപ്പുലേഷന്റെ റിക്വയർമെന്റിന് മാച്ച് ആവില്ല, സ്യൂട്ട് ആവില്ല. ദ മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് മെൻ ക്യാൻ തിങ്ക് ഇൻ ടേംസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡിസൈൻസ്. അതുകൊണ്ട് തന്നെ ഈ റൂറൽ പീപ്പിളിന് മാച്ച് ആവുന്ന രീതിയിലുള്ള പുതിയ പ്രോഡക്റ്റ് ഡിസൈനിനെ കുറിച്ച് മാർക്കറ്റിംഗ് മാനും മാനുഫാക്ചറിങ് മാനും ഒക്കെ എന്ത് ചെയ്യണം, ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി മീൻഡ് ഫോർ റൂറൽ ഏരിയാസ് കീപ്പിംഗ് ദയർ ലൈഫ് സ്റ്റൈൽ ഇൻ വ്യൂ. റൂറൽ ഏരിയയിലുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈലൊക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യേണ്ടതാണ്. കാരണം അവരുടെ ആവശ്യങ്ങൾ വ്യത്യാസമായിരിക്കും. ദെൻ സ്റ്റഡി പ്രോഡക്ട്സ്. സ്റ്റഡി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ അത് നല്ല ഉറപ്പുള്ള, നല്ല ദൃഢഗാത്രതയുള്ള എന്നൊക്കെയുള്ള മീനിങ് ആണ്. സ്റ്റഡിനെസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ റൂറൽ കൺസ്യൂമേഴ്സ്. റൂറൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഡക്റ്റിന്റെ ഉറപ്പ് അത് വലിയ കാര്യമാണ്. മോസ്റ്റ് ഓഫ് ദ റൂറൽ കൺസ്യൂമേഴ്സ് ബിലീവ്സ് ദാറ്റ് ഇഫ് ദ ഐറ്റംസ് ആർ ഹെവിയർ ദേ ആർ മോർ പവർഫുൾ ആൻഡ് ഡ്യൂറബിൾ. അപ്പം ഒട്ടുമിക്ക റൂറൽ കൺസ്യൂമേഴ്സും വിശ്വസിക്കുന്നത് ഐറ്റംസ് നല്ല ഭാരം ഉണ്ടെങ്കിൽ, ഹെവിയർ ആണെങ്കിൽ ദേ ആർ മോർ പവർഫുൾ ആൻഡ് ഡ്യൂറബിൾ, അത് കൂടുതൽ ശക്തിയുള്ളതും നീണ്ടു നിൽക്കുന്നതും ആവുന്നവർ വിശ്വസിക്കുന്നു. ഹെൻസ് ദ പ്രോഡക്റ്റ് മീൻഡ് ഫോർ റൂറൽ ഏരിയാസ് ഷുഡ് ബി സ്റ്റഡി ഇനഫ് ടു സ്റ്റാൻഡ് റഫ് ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയയിലേക്കുള്ള പ്രോഡക്റ്റുകൾ റഫ് ഹാൻഡ്ലിംഗ്, വളരെ റഫായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ അത്രത്തോളം ഉറപ്പുള്ള സ്റ്റേഡി ആയിട്ടുള്ള ഒന്ന് ആയിരിക്കണം. Then brand name. The brand name awareness in the rural areas is fairly high. റൂറൽ ഏരിയയിൽ ഈ ബ്രാൻഡ് നെയിമിന്റെ അവയർനെസ്, ബ്രാൻഡ് നെയിമിനെ കുറിച്ചുള്ള ബോധം പൊതുവെ കൂടുതലാണ്. ദ റൂറൽ കൺസ്യൂമേഴ്സ് ആർ മോർ കൺസേൺഡ് വിത്ത് ദ യൂട്ടിലിറ്റി ഓഫ് ദ സ്പെസിഫിക് പ്രോഡക്റ്റ് വിത്ത് സ്പെസിഫിക് ബ്രാൻഡ് നെയിം. ഒരു നിർദ്ദിഷ്ട ബ്രാൻഡ് നെയിമിലുള്ള ഒരു നിർദ്ദിഷ്ട വസ്തുവിന്റെ യൂട്ടിലിറ്റി എന്താണ്, ആ ഒരു പേരിൽ വന്നിരിക്കുന്ന സാധനത്തിന്റെ ഉപയുക്തത എന്താണ് എന്നതിനെ കുറിച്ച് അവർ ശ്രദ്ധാലുക്കളായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ, ബ്രാൻഡ് നെയിമും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. Then utility products. Rural people are concerned with the utility of the items rather than their appearance or show. ആ ഒരു പ്രോഡക്റ്റിന്റെ അപ്പിയറൻസോ ഷോയോ അതിലല്ല റൂറൽ കൺസ്യൂമേഴ്സ് ശ്രദ്ധിക്കുന്നത്, അവരതിന്റെ യൂട്ടിലിറ്റിയിലാണ്, ഉപയുക്തതയാണ്, എന്തുമാത്രം ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ട് ഗുണം എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ് അവർ നോക്കുക. ദേ ബിലീവ് ഇൻ ദ യൂട്ടിലിറ്റി, അവർ യൂട്ടിലിറ്റിയിലാണ് ബിലീവ് ചെയ്യുന്ന, അതിന്റെ പെർഫോമൻസ് ഓഫ് ദ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന്റെ പെർഫോമൻസിൽ, അതിന്റെ പ്രകടനം, എന്തുമാത്രം ഉപയുക്തത ഉണ്ട് എന്നതിലാണ് അവർ വിശ്വസിക്കുന്നത്, റാദർ ദാൻ ദയർ അപ്പിയറൻസിൽ അപ്പുറമായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് റൂറൽ ഏരിയയിലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഈ സ്ട്രാറ്റജീസ് ഒക്കെയാണ് അവിടെ മാർക്കറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. Then pricing strategies. Pricing strategies refers to the various methods used by companies to price their product and services. വിവിധ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകൾ, സർവീസുകളൊക്കെ പ്രൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിവിധ മെത്തേഡുകളെയാണ് നമ്മൾ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയാം. പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആർ വെരി മച്ച് ലിങ്ക്ഡ് ടു പ്രോഡക്റ്റ് സ്ട്രാറ്റജീസ്. പ്രൈസിംഗ് സ്ട്രാറ്റജീസ് പ്രോഡക്റ്റ് സ്ട്രാറ്റജീസുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. സം ഓഫ് ദ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആർ, ഏതാനും പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്, ഒന്ന് ലോ കോസ്റ്റ് ഓർ ചീപ്പ് പ്രോഡക്ട്സ്, കുറഞ്ഞ വിലയുള്ള പ്രോഡക്റ്റുകൾ, ചീപ്പായിട്ടുള്ള ലോ കോസ്റ്റ് പ്രോഡക്റ്റുകൾ. റൂറൽ കസ്റ്റമർ ഈസ് പ്രൈസ് സെൻസിറ്റീവ്. റൂറൽ കസ്റ്റമർ എപ്പോഴും പ്രൈസ് സെൻസിറ്റീവ് ആയിരിക്കും, വില വല്ലാണ്ട് അവർ ശ്രദ്ധിക്കും, നോക്കും. മെയിൻലി ബിക്കോസ് ഓഫ് ഹിസ് റിലേറ്റീവ്ലി ലോ ലെവൽ ഓഫ് ഡിസ്പോസിബിൾ ഇൻകം. പ്രധാനമായിട്ടുള്ള കാരണം എന്താണ്, അവർ കുറഞ്ഞ രീതിയിൽ ചെലവഴിക്കാനുള്ള ഇൻകമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. യൂണിറ്റ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ഓൾവേസ് ഹാവ് ഇമ്പാക്ട് ഓൺ സെയിൽസ്. ഒരു യൂണിറ്റ് പ്രോഡക്റ്റിന്റെ പ്രൈസ്, ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് അതിന്റെ സെയിൽസിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പ്രൈസിംഗ് ദ പ്രോഡക്റ്റ് അറ്റ് ലോവർ ലെവൽ, കുറഞ്ഞ വിലയ്ക്ക് ഒരു പ്രോഡക്റ്റ് പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിയലി അട്രാക്ട്സ് എ റൂറൽ പോപ്പുലേഷൻ, അത് റൂറൽ പോപ്പുലേഷനെ ആകർഷിക്കും ഫോർ ട്രൈയിങ് ദ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന്. അപ്പൊ ഒരു തവണയെങ്കിലും അവരതൊന്ന് വാങ്ങിച്ചു നോക്കാൻ അത് കാരണമാക്കും, കുറഞ്ഞ പ്രൈസിലാണെങ്കിൽ എന്നാണ് പറയുന്നത്. ദെൻ അവോയ്ഡ് സോഫിസ്റ്റിക്കേറ്റഡ് പാക്കിംഗ്. വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പാക്കിങ്ങിന്റെ ഒന്നും ആവശ്യം റൂറൽ മേഖലയിലില്ല. പാക്കേജിംഗ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഡിസൈനിങ് ആൻഡ് പ്രൊഡ്യൂസിംഗ് ദ കണ്ടെയ്നർ ഓർ റാപ്പ് ഫോർ ദി പ്രോഡക്ട്സ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ പ്രോഡക്ട്സ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ്. അപ്പം ഒരു പ്രോഡക്റ്റിന് ഒരു പൊതി, ഒരു കണ്ടെയ്നർ ഒക്കെ തന്നെ ഡിസൈൻ ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന,
അതുപോലെ തന്നെ ആ ഒരു കണ്ടെയ്നറിനകത്ത് വരുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്താണോ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കണം, അതിനൊരു കവർ വേണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ തന്നെ അതിനൊരു കണ്ടെയ്നർ ഡിസൈൻ ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ പാക്കേജിങ് എന്ന് പറയാം. ദ റൂറൽ പോപ്പുലേഷൻ ഓൾവേസ് പ്രിഫർ ടു ഗെറ്റ് എ സ്പെസിഫിക് പ്രോഡക്റ്റ് അറ്റ് എ ചീപ്പർ റേറ്റ്. അപ്പോൾ റൂറൽ പോപ്പുലേഷൻ എപ്പോഴും ഇഷ്ടപ്പെടുക ഒരു നിർദ്ദിഷ്ട പ്രോഡക്റ്റ് കുറഞ്ഞ വിലക്ക് കിട്ടാനാണ്. സോ ഇറ്റ്സ് അപ്പിയറൻസ് ഈസ് നോട്ട് അട്രാക്റ്റീവ്. അതിന്റെ അപ്പിയറൻസ് അട്രാക്റ്റീവ് അല്ലെങ്കിൽ കൂടിയും ഒരു വിലയാണ് നോക്കുക. ആൻഡ് സിമ്പിൾ പാക്കേജ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ റൂറൽ ഏരിയസ്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെലവ് കുറഞ്ഞ പാക്കേജിങ് മതി അവിടേക്ക്, സോഫിസ്റ്റിക്കേറ്റഡ് പാക്കേജിങ് വേണ്ട. അപ്പൊ അങ്ങനെയാകുമ്പോൾ കുറഞ്ഞ വില ഇതിനിടാൻ സാധിക്കും, കമ്പനിക്ക് കുറഞ്ഞ വിലക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ റീഫിൽ പാക്സ് ഓർ റീയൂസബിൾ പാക്കേജിങ്. റീഫിൽ ചെയ്യാൻ പറ്റുന്ന, ഒരിക്കൽ ഉപയോഗിച്ച് പിന്നെ അതിങ്ങനെ നിറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പാക്കുകൾ. റീയൂസബിൾ പാക്കേജിങ്, ഒരിക്കൽ ഉപയോഗിച്ച പാക്കായിട്ട് കൊടുത്തിരിക്കുന്ന സാധനം എന്താണ്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാവുക. അപ്പോൾ വൺ ഓഫ് ദി മെത്തേഡ് ഓഫ് കീപ്പിംഗ് ദ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് അറ്റ് ലോവർ ലെവൽ, നമ്മൾ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറഞ്ഞ പ്രൈസായിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് in rural areas is to use refill packs or reusable packings. വീണ്ടും ഉപയോഗിക്കാവുന്ന പാക്കിംഗ് അല്ലെങ്കിൽ വീണ്ടും നിറച്ച് ഉപയോഗിക്കാവുന്ന പാക്കിങ്സ് ആവാന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ആളുകൾ അത് വീണ്ടും വീണ്ടും പിന്നെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിലേക്ക് പിന്നീട് കൊടുക്കുന്ന സാധനം അങ്ങനത്തെ ഒരു കണ്ടെയ്നർ ഇല്ലാണ്ട്, ഇപ്പൊ നമ്മൾ ചില ഐറ്റംസ് ഒക്കെ നമുക്ക് ബോട്ടിൽ ടിന്നിൽ അവൈലബിൾ ആയിരിക്കും, അതേ സാധനം പാക്കറ്റിലും അവൈലബിൾ ആയിരിക്കും. ഒരിക്കലും ടിന്നിൽ വാങ്ങിച്ചൊരു സാധനം, അപ്പൊ അതിന് നമുക്ക് ഒരിക്കലും ഒരു കണ്ടെയ്നർ കിട്ടും. പിന്നീട് നമുക്ക് അതേ സാധനം തന്നെ പാക്കറ്റുകൾ വാങ്ങിച്ചാൽ മതി. പാക്കറ്റിലുള്ളതിന് വില കുറവാണ്, ആ ഒരു ടിന്നിന്റെ വില കുറഞ്ഞ് അതിന് പ്രൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് ആളുകൾക്ക് അത് കട്ട് ചെയ്തിട്ട് ആ ഒരു ടിന്നിനകത്തിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ റീഫിൽ ചെയ്യുന്ന പാക്കുകൾ, റീയൂസബിൾ പാക്കിങ്സ് പിന്നെ നൽകിക്കൊണ്ട് പിന്നീട് കുറഞ്ഞ വിലക്ക് അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ സാധിക്കും. അതൊരു മെത്തേഡാണ്. അപ്പോൾ സച്ച് മെഷേഴ്സ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ റൂറൽ മാർക്കറ്റ്. റൂറൽ മാർക്കറ്റിന് ഇതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ബൈ ഗിവിംഗ് റീഫിൽ പാക്കേജിംഗ് കൊടുക്കുന്നതിലൂടെ മാർക്കറ്റേഴ്സ് ക്യാൻ ആഡ് വാല്യൂ ടു ദ പ്രൈസിംഗ് ഓഫ് ദ പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിങ്ങിന്റെ മൂല്യം മാർക്കറ്റേഴ്സിന് കൂട്ടാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സാധനം ആകുമ്പോൾ കുറച്ച് വില കൊടുത്താലും കുഴപ്പമില്ല എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും. ദെൻ അപ്ലിക്കേഷൻ ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്. വാല്യൂ എഞ്ചിനീയറിംഗിന്റെ അപ്ലിക്കേഷൻ നടത്തേണ്ടതുണ്ട്. Value engineering is a systematic and organized approach to provide the products at the lowest cost. കുറഞ്ഞ കോസ്റ്റിന് പ്രോഡക്ട്സ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനമാണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ് വിത്ത് ലെസ് എക്സ്പെൻസീവ് ആൾട്ടർനേറ്റീവ്സ്. അപ്പൊ ഇത് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിന്റെ മെത്തേഡ് ഒക്കെ തന്നെ വേറെ ഇപ്പൊ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ആൾട്ടർനേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക വിത്തൗട്ട് സാക്രിഫൈസിങ് ഫങ്ഷണാലിറ്റി. എന്നാൽ അതിന്റെ ധർമ്മം അത് ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് എന്താണോ, എന്ത് പ്രവർത്തനം ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അതിനകത്തൊരു പ്രശ്നമൊന്നും ഇല്ല താനും. എന്നാൽ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലും മറ്റു അതിന്റെ മെത്തേഡും ഒക്കെ തന്നെ ലോ കോസ്റ്റിലുള്ളത് വേറെ തരത്തിലുള്ളത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, അതാണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതാണ് വാല്യൂ എഞ്ചിനീയറിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് എ ടെക്നിക് വിച്ച് ഈസ് ട്രൈ ടു ഇവോൾവ് ചീപ്പർ പ്രോഡക്ട്സ് ഇൻ റൂറൽ മാർക്കറ്റ്. ഗ്രാമീണ മേഖലകളിൽ വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ ഇവോൾവ് ചെയ്യിക്കുന്നതിന്, ഉണ്ടാക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ വാല്യൂ എഞ്ചിനീയറിംഗ്. അപ്പൊ അത് അപ്ലൈ ചെയ്യണം മാർക്കറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് പ്രോഡക്റ്റുകൾ അവർക്ക് കൊടുക്കണം. അതിന്റെ ഇൻഗ്രീഡിയൻസ് കുറഞ്ഞ റേറ്റിലുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്ലേസ് സ്ട്രാറ്റജി, അതായത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാന്ന് നോക്കാം. റൂറൽ മേഖലയിലേക്കുള്ള പ്ലേസ് സ്ട്രാറ്റജി റെഫേഴ്സ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പ്രോഡക്ട്സ് ആൻഡ് ഇൻക്ലൂഡ്സ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഏരിയ കവറേജ്. അപ്പൊ പ്ലേസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് അവിടെ പ്ലേസ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വേണ്ട സ്ഥലങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇൻക്ലൂഡ്സ്, ഇതിനകത്ത് എന്തൊക്കെ വരും, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വരും, ഏരിയ കവറേജ്, എത്ര ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുള്ള വരും, ചാനൽ റെമ്യൂണറേഷൻ, വെയർ ഹൗസിംഗ് വരും, ഇൻവെന്ററീസ്, ബാങ്കിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് അകത്ത് അല്ലെങ്കിൽ പ്രൈസ് സ്ട്രാറ്റജിക്കകത്ത് വരും. പ്ലേസ് സ്ട്രാറ്റജി പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമീണ മേഖലയിലേക്കുള്ള പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗിനകത്ത് ഇതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. The distribution strategies that are specifically designed for rural areas are through cooperative societies. അപ്പോൾ നമ്മളിങ്ങനെ
റൂറൽ ഏരിയാസിലേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ വരിക? ത്രൂ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ മേഖലകൾ, സഹകരണ സംഘങ്ങൾ, പിന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സമ്പ്രദായം, നമ്മൾ റേഷൻ കടകളൊക്കെ അതിനകത്ത് വരും. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, മൾട്ടി പർപ്പസ് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ അപ് ടു ഫീഡർ മാർക്കറ്റ് എക്സെട്ര. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഗ്രാമീണ മേഖലകൾ ഉദ്ദേശിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. മേജർ ഒബ്സ്റ്റാക്കിൾസ് കണക്റ്റഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ റൂറൽ ഏരിയസ്. റൂറൽ ഏരിയയിലെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റിക്വയർമെന്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഇന്റർമീഡിയറീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ. അവിടേക്കുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയിനകത്ത് ഒരുപാട് ഇന്റർമീഡിയറീസ് ആവശ്യമായിട്ട് വരും. കാരണം അങ്ങനെ ഉൾഭാഗങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അത് ആവശ്യമാണ്. നോൺ അവൈലബിലിറ്റി ഓഫ് ഡീലേഴ്സ് ഇൻ റിമോട്ട് വില്ലേജസ്. ഗ്രാമീണ മേഖലകളിലൊക്കെ ഇടപാടുകാരെ, ഡീലേഴ്സിന്, ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ കിട്ടാനുള്ള ലഭ്യത കുറവ്. ദെൻ ഇനാഡിക്വേറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയസ്. റൂറൽ ഏരിയയിലുള്ള ബാങ്കിങ് ഫെസിലിറ്റീസിന്റെ അഭാവം. ഫ്ലഡിംഗ് മെജോറിറ്റി ഓഫ് ദ റൂറൽ വില്ലേജസ് ഡ്യൂറിംഗ് മൺസൂൺസ്. ഒട്ടുമിക്ക റൂറൽ വില്ലേജുകളും മൺസൂൺ സീസണിലൊക്കെ തന്നെ വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. മെജോറിറ്റി ഓഫ് ദ റൂറൽ മാർക്കറ്റ്സ് നോട്ട് കണക്റ്റഡ് വിത്ത് റോഡ്. ഒട്ടുമിക്ക റൂറൽ മാർക്കറ്റിലേക്കും റോഡോ മറ്റോ ഇല്ല എന്നുള്ള പ്രശ്നം. പുവർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇൻ വില്ലേജസ്. വില്ലേജസിലെ മോശപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ഡെവലപ്ഡ് ബൈ ഡിഫറെന്റ് ഫേംസ് ആർ ദ ഫോളോവിങ്. അപ്പൊ ഇങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മൾ ഒബ്സ്റ്റാക്കിൾസ് പറഞ്ഞത്. ഇനി നമ്മൾ വിവിധ ഫേമുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെട്ടു നോക്കാം. ഒന്ന്, സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻ ദ സിസ്റ്റം ദ കമ്പനി അപ്പോയിന്റ് സ്റ്റോക്കിസ്റ്റ് ഇൻ ഇമ്പോർട്ടന്റ് ടൗൺസ്. പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒരു സ്റ്റോക്കിസ്റ്റിനെ കമ്പനി അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദീ സ്റ്റോക്കിസ്റ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്ലേസിംഗ് ഓർഡേഴ്സ് വിത്ത് കമ്പനി. കമ്പനിയിലേക്ക് സാധനത്തിന് ഓർഡർ കൊടുക്കാൻ ഉത്തരവാദിയാവുന്നത് ഈ സ്റ്റോക്കിസ്റ്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യും? കമ്പനിയിൽ നിന്നും സ്റ്റോക്കുകൾ അവർ റിസീവ് ചെയ്യും. റിസീവിംഗ് ദ സ്റ്റോക്ക്, അവർ സ്റ്റോക്ക് റിസീവ് ചെയ്യും. സോർട്ടിംഗ് ഓഫ് സ്റ്റോക്സ്, ആ സ്റ്റോക്സ് സോർട്ട് ചെയ്യുന്നു. ആൻഡ് സപ്ലൈയിങ് ദ ഗുഡ്സ് ഇൻ സ്മോൾ ലോട്ട്സ്. എന്നിട്ട് ചെറിയ ചെറിയ ലോട്ടുകളായിട്ട് ആ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു റീറ്റെയിലേഴ്സിന്, ടു ദ റീറ്റെയിലേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമീണ മേഖലയിൽ റീറ്റെയിലേഴ്സിന് അവർ സപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, അവരിലേക്ക് സാധനം വരുന്നു, ചെറിയ ലോട്ട്സ് ആയിട്ട് റീറ്റെയിലേഴ്സിലേക്ക് അവരത് എത്തിക്കുന്നു. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെയാണ് നമ്മൾ സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. Then the hub and spokes method. In this method, the manufacturers appoint main distributors in important markets. ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിൽ ഒരു മെയിൻ ഡിസ്ട്രിബ്യൂട്ടറെ മാനുഫാക്ചറർ അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ അപ്പോയിന്റ് ചെയ്യും. അവരെ നമ്മൾ പറയുന്ന പേരാണ് ഹബ്ബ്. These distributors in turn appoint the sub distributors. അവരെ നമ്മൾ സ്പോക്സ് എന്നാണ് വിളിക്കുക. ഈ മെയിൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതായത് ഹബ്ബ് എന്ന് പറയുന്നവര് വേറെ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, അവരുടെ കീഴിൽ ഒത്തിരി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവർ അപ്പോയിന്റ് ചെയ്യും. അവരെ നമ്മൾ സ്പോക്സ് എന്ന് പറയും. ടു ഹാൻഡിൽ ദ സ്മോളർ മാർക്കറ്റ്സ് വിത്തിൻ ദ ടെറിട്ടറി. ആ മെയിൻ ഡിസ്ട്രിബ്യൂട്ടർ നിൽക്കുന്ന ആ ഒരു വലിയ ടെറിട്ടറിയിൽ ചെറിയ ചെറിയ മാർക്കറ്റുകളാക്കി തിരിച്ച് ആ മാർക്കറ്റുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അപ്പോയിന്റ് ചെയ്യും. അവരെ പറയുന്ന പേരാണ് സ്പോക്സ്. The sub-distributors supplies to the retailers and these retailers finally delivers it to consumers in rural areas. എന്നിട്ട് ഈ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യും? റൂറൽ മേഖലയിലുള്ള റീറ്റെയിലേഴ്സിന് സാധനങ്ങൾ കൊടുക്കും. അവരവിടുത്തെ ഫൈനൽ കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ കൈമാറാണ് ചെയ്യും. അതാണ് ദ ഹബ് ആൻഡ് സ്പോക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. And syndicate distribution. Companies selling non-competitive goods can join together. അത് നോൺ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് വിൽക്കുന്ന കമ്പനികൾ ഒരുമിച്ച് ചേർന്നിട്ട്, ഇപ്പം ഒരേപോലത്തെ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കമ്പനികളെ കോമ്പറ്റീറ്റേഴ്സ് ആവുള്ളൂ അല്ലെ. ഒരു പ്രോഡക്റ്റ് മറ്റൊന്നിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആകുമ്പോഴാണ് കോമ്പറ്റീഷൻ ഉള്ളൂ. ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ കോമ്പറ്റീറ്റേഴ്സ് അല്ല. അപ്പൊ അങ്ങനെയുള്ള നോൺ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കമ്പനീസ് അവരുടെ അത്തരം ഗുഡ്സ് കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ ഒരുമിച്ച് ചേരുന്നു. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഡക്ട്സ് ത്രൂ എ കോമൺ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഒരു പൊതുവായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ അവരെല്ലാവരും ഒരുപോലെ സഹകരിച്ച് അവരുടെ പ്രോഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇൻ ദ റൂറൽ ഏരിയസ്, ഗ്രാമീണ മേഖലയിലേക്ക്. അതാണ് സിൻഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ഒരു ഐക്യത്തോടു കൂടി ഒറ്റ ചാനൽ ഉപയോഗിക്കാം. ദെൻ മേളാസ്. India is a land of melas such as Kumbh Mela, Kisan Mela, Cattle and Commodity Fairs, etc. ഇന്ത്യ എന്ന് പറയുന്നത് മേളകളുടെ ഒരു രാജ്യമാണ് അല്ലെ. ഒത്തിരി മേളകൾ പല വിധത്തിലായിട്ട് നടക്കാറുണ്ട്. പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിലാണ് മേളകളൊക്കെ കളർഫുൾ ആയിട്ട് നടക്കുന്നത്. അപ്പൊ മെനി കമ്പനീസ് ഹാവ് കം ഔട്ട്
വിത്ത് ക്രിയേറ്റീവ് ഐഡിയാസ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സച്ച് മേളാസ്. അപ്പോൾ അത്തരം മേളകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പല പുതിയ ആശയങ്ങളുമായിട്ട് കമ്പനികൾ മുന്നോട്ട് വരാറുണ്ട്. അത്തരം മേളകൾ ഒരു മാക്സിമം പ്രയോജനപ്പെടുത്തി റൂറൽ മേഖലയിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. Then the hats. Hats are periodical markets regularly held every week in rural areas. ഗ്രാമീണ മേഖലകളിൽ എല്ലാ ആഴ്ചയിലും സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പീരിയോഡിക്കൽ മാർക്കറ്റാണ് ഹാറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചന്ത എന്നൊക്കെ പറയുന്ന പോലെ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വർക്ക് ഉണ്ടാവുക, അവിടെ ട്രേഡ് നടക്കുക ഒരു പ്രത്യേക ഏരിയയിൽ. ദ സെല്ലേഴ്സ് അറൈവ് ഇൻ ദ മോർണിംഗ് ഇൻ ദ ഹാറ്റ് ആൻഡ് റിമെയിൻ ടിൽ ലേറ്റ് ഇൻ ദ ഈവനിങ്. സെല്ലേഴ്സ് ഹാറ്റിൽ എന്ത് ചെയ്യുന്നു, രാവിലെ എത്തും, എന്നിട്ട് വൈകുന്നേരം വരെ അവിടെ അവർ നിൽക്കും. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം ദേ മൂവ് ടു അനദർ ഹാറ്റ്, അടുത്ത ദിവസം അവർ മറ്റൊരു ഹാറ്റിലേക്ക് മൂവ് ചെയ്യും. അവിടെ ഇതുപോലെ ഒരു സ്പെസിഫിക് ഡേ ഉണ്ടായിരിക്കും, ആ ഒരു ഡേയിൽ എവിടെയാണ് ഹാറ്റ് നടക്കുന്നത് അവിടേക്ക് അവർ മൂവ് ചെയ്യും. The reason being that in villages the wages are paid on weekly basis. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലൊക്കെ വേജസ് കൊടുക്കുന്നത് ആഴ്ചയിലാണ്. ആൻഡ് ഹാറ്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺ ദി ഡേ വെൻ ദ വില്ലേജേഴ്സ് ഗെറ്റ് ദെയർ വേജസ്. അപ്പം ഹാറ്റ് നടത്തുന്നത് ഈ വില്ലേജേഴ്സിന് വേജസ് കിട്ടുന്ന ദിവസങ്ങളിലാണ്. Then promotion strategies. Last strategy ആണ്. Promotion strategy in marketing refers to a policy developed to make the public aware of a product. പബ്ലിക്കിനെ പ്രോഡക്റ്റിനെ കുറിച്ച് അവെയർ ആക്കുന്നതിന്, അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന്, ടു ഇൻഫ്ലുവൻസ് ദം ടു പർച്ചേസ് ഇറ്റ്, അത് വാങ്ങിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നതിന്, ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ ലോങ് ടേം റിലേഷൻഷിപ്പ്, ഒരു ദീർഘകാല ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിന്, അങ്ങനെ സോ ആസ് ടു മേക്ക് ദം റിപ്പീറ്റ് ബയേഴ്സ്, അവരെ ആവർത്തിക്കുന്ന വീണ്ടും വീണ്ടും ആ കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ബയേഴ്സ് ആക്കി മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പോളിസീസ്, ഡെവലപ്പ് ചെയ്യുന്ന പോളിസികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊമോഷൻ സ്ട്രാറ്റജി ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് പ്രൊമോഷൻ സ്ട്രാറ്റജിക്കകത്ത് വരുന്നത്. പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഇൻഫോം, പെർസ്യൂഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ കൺസ്യൂമർ ഡിസിഷൻസ്. കൺസ്യൂമറുടെ തീരുമാനങ്ങളെ ഈ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഇൻഫോം ചെയ്യുന്നുണ്ട്, ആവശ്യമായ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പെർസ്യൂഡ് ചെയ്ത് പ്രേരിപ്പിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദ പ്രൊമോഷൻ സ്ട്രാറ്റജി ഇൻ റൂറൽ മാർക്കറ്റിംഗ് ഈസ് മെയിൻലി ത്രൂ പേഴ്സണൽ സെല്ലിംഗ്. അപ്പം നമ്മുടെ റൂറൽ ഏരിയയിൽ, റൂറൽ മാർക്കറ്റിങ്ങിലെ പ്രൊമോഷൻ സ്ട്രാറ്റജീസിൽ പ്രധാനമായിട്ട് വരുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആണ്. മറ്റ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഉണ്ടാവാം, എന്നാലും പേഴ്സണൽ സെല്ലിംഗ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പം എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് നോക്കാം. Personal selling is a process of face-to-face interaction between the salesperson and the prospective customers. സെയിൽസ്പേഴ്സണും വിൽപ്പനക്കാരനും പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ആവാൻ സാധ്യതയുള്ളവരും ഇടയിലുള്ള ഫേസ് ടു ഫേസ്, മുഖാമുഖമുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി ഡൺ ബൈ ദ ലോക്കൽ മാർക്കറ്റേഴ്സ് ഓഫ് യൂട്ടൻസിൽസ്, ഗാർമെന്റ്സ്, എഡിബിൾ ഗുഡ്സ് എക്സെട്ര. ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ആരാണ്, ആ ഒരു പ്രാദേശിക മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള, അപ്പോൾ പാത്രങ്ങൾ, യൂട്ടൻസിൽസ്, പിന്നെ ഗാർമെന്റ്സ്, വസ്ത്രങ്ങൾ, എഡിബിൾ ഗുഡ്സ്, ഈറ്റബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണോ അതിൻ്റെയൊക്കെ ലോക്കൽ മാനുഫാക്ചേഴ്സ്, പ്രാദേശിക ഉൽപാദകരാണ് പലപ്പോഴും ഇത് ഉപയോഗിക്കുക. ദ മാർക്കറ്റർ ഇൻ സർട്ടൺ കേസസ് അഡോപ്റ്റ്സ് പേഴ്സണൽ സെല്ലിംഗ് ആസ് എ ടൂൾ ഓഫ് പ്രൊമോഷൻ ഇൻ റൂറൽ ഏരിയസ്. പക്ഷെ മറ്റു മാർക്കറ്റേഴ്സും റൂറൽ ഏരിയയിലെ പ്രൊമോഷനുള്ള ടൂളായിട്ട് പലപ്പോഴും പേഴ്സണൽ സെല്ലിംഗ് ഉപയോഗിക്കാറുണ്ട്. ഇൻ ദ സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ ദ ഫോളോവിങ് ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആർ ബി ഫുൾഫിൽഡ് ബൈ ദ സെയിൽസ് പേഴ്സൺ. അപ്പം മറ്റ് മാർക്കറ്റേഴ്സ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പേഴ്സണൽ സെല്ലിങ്ങിന് ഏതാനും ബേസിക് റിക്വയർമെന്റ്സ് ഉണ്ട്, അത് അവരുടെ സെയിൽസ് പേഴ്സൺ ഫുൾഫിൽ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ സക്സസ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിന്റെ ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഫെമിലിയാരിറ്റി വിത്ത് ദ റൂറൽ ഏരിയ. ആ റൂറൽ ഏരിയയായിട്ട് പരിചയം വേണം. ആസ് ദ പോപ്പുലേഷൻ ഓഫ് റൂറൽ റീജിയൻ ഈസ് സ്കാറ്റേർഡ്. ആ റൂറൽ റീജിയനിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ആണ്, അവിടെ ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ സെയിൽസ് പേഴ്സൺ മസ്റ്റ് ഹാവ് സഫിഷ്യൻറ്റ് നോളജ് അബൌട്ട് ദ റൂറൽ ഏരിയ വിച്ച് ഹീ ഈസ് സപ്പോസ്ഡ് ടു കവർ. അയാൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റൂറൽ ഏരിയയെ സംബന്ധിച്ച് സഫിഷ്യന്റ് നോളജ്, വേണ്ടത്ര നോളജ് സെയിൽസ് പേഴ്സൺ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ദെൻ പ്രൊഫിഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ്. ലോക്കൽ ലാംഗ്വേജിലുള്ള ഒരു വൈദഗ്ധ്യം അതുണ്ടായിരിക്കണം. ഫ്ലുവൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് ആക്ട് ആസ് എ മേജർ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഇൻ കൺവേർട്ടിംഗ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ഇൻ ടു
ആക്ച്വൽ ബയേഴ്സ്, ഈ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ ആക്ച്വൽ ബയേഴ്സ് ആക്കി, യഥാർത്ഥ ബയേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വർക്ക് ചെയ്യുന്നത് ഏതാണ്? ഫ്ലുവൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് ആണ്. ആ ഒരു പ്രാദേശിക ഭാഷയിലുള്ള ഫ്ലുവൻസിയാണ്. അപ്പോൾ അത് സെയിൽസ് പേഴ്സൺ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, എങ്കിലേ സക്സസ്ഫുൾ ആവുള്ളൂ. ദെൻ അക്വൈൻറ്റൻസ് വിത്ത് റൂറൽ ഫോക്സ്, ആ ഗ്രാമീണ ജനതയുമായിട്ടുള്ള പരിചയങ്ങൾ. അപ്പോൾ ഇഫ് ദ സെയിൽസ് പേഴ്സൺ ബിലോങ്സ് ടു ദ കൺസേൺ റൂറൽ ഡിസ്ട്രിക്ട്, അപ്പോൾ ഈ സെയിൽസ് പേഴ്സൺ ആ ഒരു റൂറൽ ഏരിയയിലെ റൂറൽ ഡിസ്ട്രിക്റ്റിലെ ആൾ തന്നെയാണെങ്കിൽ അയാൾക്ക് ഒത്തിരി പരിചയക്കാരുണ്ടാവും അല്ലേ. സോ ഹിസ് ജോബ് നോട്ട് ഓൺലി ബിക്കംസ് ഈസി, അയാളുടെ ജോലി എളുപ്പമാവുന്ന മാത്രമല്ല, ബട്ട് ഓൾസോ ചാൻസസ് ഓഫ് സക്സസ് ഇൻ അച്ചീവിങ് ഹി സെയിൽസ് ടാർജറ്റ് ഇൻക്രീസസ്. ഈ സെയിൽസ് ടാർജറ്റ് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു സാധ്യത, വിജയ സാധ്യത ഒന്നുകൂടെ വർദ്ധിക്കുന്നതും കൂടെയാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ പരിചയം ഉണ്ടാവും, പെട്ടെന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനും അത് വാങ്ങിപ്പിക്കാനൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. ദെൻ ബി പെർസ്യൂസീവ് ബട്ട് നോട്ട് പുഷി. പെർസ്യൂസീവ് ആയിരിക്കും, ആളുകളെ പ്രേരിപ്പിക്കുന്ന ആളായിരിക്കണം, അല്ലാതെ പുഷി ആവാൻ പാടില്ല, ആളുകളെ വിഷമിപ്പിക്കുന്ന രീതിയിലാവാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. ദ സെയിൽസ് പേഴ്സൺ ഷുഡ് ബി ഏബിൾ ടു റിമൂവ് ദ ഡൗട്ട് ഓഫ് ദി പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിന്റെ ഡൗട്ട് എല്ലാം തന്നെ റിമൂവ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം സെയിൽസ് പേഴ്സണിന്. ദാറ്റ് ഹെൽപ്സ് ടു കൺവിൻസ് ദം ടു പർച്ചേസ് ദ പ്രോഡക്റ്റ്. അത് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന്, അവരെ കൺവിൻസ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് പറയുന്നത്. Then public relations. Public relations in rural marketing promotion is highly important to create a formal relationship with the newly acquired customers. റൂറൽ ഏരിയയിൽ നിന്നും പുതുതായിട്ട് കമ്പനി നേടിയെടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുമായിട്ടൊരു ഫോർമൽ റിലേഷൻഷിപ്പ്, ഔപചാരികമായിട്ടുള്ള ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റൂറൽ മാർക്കറ്റിങ്ങിലെ പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്തുകൊണ്ട് അവരുമായിട്ടൊരു ഫോർമൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റൂറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊത്തത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സിലബസിലെ നെക്സ്റ്റ് മൊഡ്യൂളാണ് നമുക്ക് പറയാനുള്ളത്. ക്രിയേറ്റിംഗ് വാല്യൂ ആൻഡ് ക്യാപ്ചറിങ് വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.